വെൽക്കം ടു ക്രാക്ക് വൺ. ഇപ്പൊ നമ്മളിത് നോക്കാൻ പോകുന്നത് കലകൾ എന്നൊരു സീരീസ് നമ്മൾ തുടങ്ങിയിരുന്നല്ലോ. അതിന്റെ രണ്ടാം ഭാഗമാണ് നോക്കുന്നത്. നമ്മൾ ആദ്യ ഭാഗത്തിൽ നോക്കിയത് എന്തായിരുന്നു? നമ്മൾ കഥകളിയായിരുന്നു ആദ്യ ഭാഗത്തിൽ നോക്കിയത്. കഥകളി മൊത്തം നമ്മൾ ഏകദേശം നന്നായിട്ട് തന്നെ ആദ്യ ഭാഗത്തിൽ നോക്കിയിട്ടുണ്ട്. അതിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിന് ഇന്ന് നമ്മൾ നോക്കുന്ന കൂടിയാട്ടം എന്ന കലയെ പറ്റിയാണ് നോക്കുന്നത്. കൂടിയാട്ടം എന്ന കലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതും അത്യാവശ്യം നമ്മൾ കഥകളി പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇത് കൂടിയാട്ടം എന്ന് പറയുന്നത്. ഇപ്പം കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞു. ഈ ഡിഗ്രി പ്രിലിംസിന്റെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുകളിൽ ഒന്നാണ് എന്ത്? നമ്മുടെ ഈ കലകൾ, സാഹിത്യം, സംസ്കാരം എന്ന് പറഞ്ഞ ടോപ്പിക്. അത് ആ മൂന്നെണ്ണം മാത്രം 10 മാർക്കിനുണ്ട്. അതായത് കല, സാഹിത്യ, സംസ്കാരം, സ്പോർട്സ്. ആ ഒരു കാറ്റഗറിയിൽ 10 മാർക്കിനാണ് ചോദിക്കുന്നത്. ഡിഗ്രി ലെവലിന് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ എൽ ഡി പോലുള്ള 10th ലെവൽ ടോപ്പിക്കിന് അത് 3-4 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളൂ സാധാരണ. പക്ഷെ ഇത് 10 മാർക്കിന് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡിഗ്രി ലെവലിന് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ അത് വളരെ നന്നായിട്ട് തന്നെ നോക്കിയിരിക്കേണ്ടതുണ്ട്. ഇച്ചിരി ഡീപ്പായിട്ട് തന്നെ നോക്കേണ്ടതുണ്ട്. അപ്പൊ കൂടിയാട്ടത്തിലും നമുക്ക് നന്നായിട്ട് തന്നെ നോക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പൊ കൂടിയാട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപം അല്ലെങ്കിൽ ആദ്യ ഇന്ത്യൻ നൃത്തരൂപം എന്നറിയപ്പെടുന്ന ഏതാണ്? അത് നമ്മുടെ കൂടിയാട്ടമാണ് കേട്ടോ. ഏതാണ്? കൂടിയാട്ടമാണ് നമ്മുടെ കൂടിയാട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കേട്ടോ ഇത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപം ചോദിച്ചാൽ അത് ഏതാണ്? അത് കൂടിയാട്ടം തന്നെയാണ് കേട്ടോ. കൂടിയാട്ടമാണ്. അതാണ് ഏറ്റവും വലിയ കൂടിയാട്ടത്തിന് ഇത്ര ഇമ്പോർട്ടന്റ് വരാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം യുനെസ്കോ ഇന്ത്യയിൽ തന്നെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിലെ നൃത്തരൂപങ്ങളിൽ ആദ്യം ഉൾപ്പെട്ടത് ഏതാണ്? യുനെസ്കോ ലോക പൈതൃക ഉൾപ്പെട്ടതാണ് നമ്മുടെ കൂടിയാട്ടം. 2001 കൂടിയാട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ആ വർഷം ഓർത്ത് വെച്ച് 2001 കൂടിയാട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇനി രണ്ട് വിശേഷണങ്ങളാണ് കൂടുതലായിട്ട് ഈ കൂടിയാട്ടത്തിന് അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് കലകളുടെ മുത്തശ്ശി, അഭിനയത്തിന്റെ അമ്മ. എന്താണ്? കലകളുടെ മുത്തശ്ശി, അഭിനയത്തിന്റെ അമ്മ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന കലാരൂപമാണ് ഇത് കൂടിയാട്ടം എന്നറിയപ്പെടുന്നത്. എന്തൊക്കെയാണ്? കലകളുടെ മുത്തശ്ശി, അഭിനയത്തിന്റെ അമ്മ. അതൊക്കെ അങ്ങനെ അറിയപ്പെടുന്ന ഏതാണ്? കൂടിയാട്ടമാണ്. കൂടിയാട്ടമാണ് കലകളുടെ മുത്തശ്ശി, അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത്. ഈ അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടാൻ കാരണം എന്താണ്? ഈ കൂടിയാട്ടത്തിന്റെ പ്രത്യേകത വെച്ചാൽ അഭിനയ കലയ്ക്ക് നൃത്തത്തേക്കാൾ പ്രാധാന്യം നൽകുന്നതുകൊണ്ടാണ് എന്ത് അഭിനയത്തിന്റെ അമ്മ എന്നെന്ത് കൂടിയാട്ടത്തെ അറിയപ്പെടുന്നത്. അഭിനയ കലയ്ക്കാണ് ഈ നൃത്തരൂപത്തിന് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ അഭിനയത്തിനാണ് കൂടുതൽ പ്രാധാന്യം, നൃത്തത്തിനല്ല, മറിച്ച് അഭിനയത്തിനാണ് കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ടാണ് എന്ത് അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇത് ഇച്ചിരി പഴക്കം ചെന്നൊരു കലാരൂപം കൂടിയാണ്. അതായത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന കലാരൂപങ്ങളിൽ ഇച്ചിരി പഴക്കമുള്ളൊരു, അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു കലാരൂപമാണ് ഇത് കൂടിയാട്ടം എന്നറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് അഭിനയത്തിന്റെ മുത്തശ്ശി അല്ലെങ്കിൽ കലകളുടെ മുത്തശ്ശി അല്ലെങ്കിൽ അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത്. കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്നത് ഇച്ചിരി പഴക്കമുള്ളതുകൊണ്ടാണ് കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്നത്. അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നത് കാരണം എന്ന് വെച്ചാൽ അഭിനയ കലയ്ക്കാണ് നൃത്തത്തെക്കാൾ പ്രാധാന്യം കൂടുതൽ നൽകുന്നത്. അതുകൊണ്ടാണ് കൂടിയാട്ടത്തിന് അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇനി യുനെസ്കോ കൂടിയാട്ടത്തെ വിശേഷിപ്പിച്ചത് എന്താണ്? മാനവരാശിയുടെ അനശ്വര പൈതൃക കലാരൂപം. ഇത് PYQ ആണ് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQ ആണ്. PSC ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു PYQ ആണ് ഇത്. ഈ മാനവരാശിയുടെ അനശ്വര പൈതൃക കലാരൂപം എന്ന് വിശേഷിപ്പിച്ച ആരാണ്? കൂടിയാട്ടത്തെ മാനവരാശിയുടെ അനശ്വര പൈതൃക കലാരൂപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ യുനെസ്കോ കൂടിയാട്ടത്തെ എന്താണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ഈ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. യുനെസ്കോ എന്താണ് കൂടിയാട്ടത്തെ വിശേഷിപ്പിച്ചത്? മാനവരാശിയുടെ അനശ്വര പൈതൃക കലാരൂപം. അങ്ങനെയാണ് യുനെസ്കോ കൂടിയാട്ടത്തെ വിശേഷിപ്പിച്ചത്. ഇനി കൂടിയാട്ടം എന്നാൽ അർത്ഥം എന്താണ്? അത് പേര് പോലെ തന്നെ കൂടിച്ചേർന്നുള്ള അഭിനയം എന്നാണ് കേട്ടോ. പേര് എന്താ? കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്നുള്ള അഭിനയം എന്നാണ് അർത്ഥം. കൂടിയാട്ടത്തിന്റെ അർത്ഥം കൂടിച്ചേർന്നുള്ള അഭിനയം. ഇനി കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിലാണ്. എവിടെയാണ്? കൂത്തമ്പലങ്ങൾ. കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലം. കാരണം ഇത് ഇച്ചിരി ക്ഷേത്രവും ആചാരങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു കലാരൂപമാണ് കൂടിയാട്ടം. കഥകളിയേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങളും അവരുടെ ആചാരങ്ങളുമായിട്ട് ഇച്ചിരി കൂടെ കൂടുതൽ അടുപ്പമുള്ള ഒരു കലാരൂപമാണ് കൂടിയാട്ടം. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ക്ഷേത്രങ്ങളിലാണ് അവതരിപ്പിക്കുന്നത്. ഈ ക്ഷേത്രങ്ങളിൽ തന്നെ നമ്മൾ കൂത്തമ്പലങ്ങളിലാണ് ഈ കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. അനുഷ്ഠാന കലാരൂപത്തിന്റെ പെടുന്ന ഒന്നാണ് കൂടിയാട്ടം. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിൽ ഈ കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. ഇനി പൂർണ്ണ രൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ 41 ദിവസം വേണ്ടി വരും. അതായത് ഇത് പൂർണ്ണ രൂപത്തിൽ കൂടിയാട്ടം നമുക്ക് ഒരു ദിവസം 1-2 ദിവസം കൊണ്ട് ഈ ആടി തീർക്കുന്ന പരിപാടി അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന പരിപാടി അല്ല ഈ കൂടിയാട്ടം എന്ന് പറയുന്നത്. അത് പൂർണ്ണമായിട്ട്, അതായത് ഈ ചെറിയ ഭാഗങ്ങൾ അല്ലാതെ ഒരു പൂർണ്ണമായിട്ടൊരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ എത്ര ദിവസം വേണം? 41 ദിവസം വേണ്ടി വരും കേട്ടോ. 41 ദിവസം ഓർത്ത് വെച്ചോളാം. 41 ദിവസമാണ് പൂർണ്ണ രൂപത്തിൽ ഒരു കൂടിയാട്ടം അവതരിപ്പിക്കാൻ വേണ്ടത്.
ഇനി കുലശേഖര രാജാവിന്റെ കാലത്താണ് ഇത് കൂടിയാട്ടം പിറവി കൊണ്ടതായി കണക്കാക്കപ്പെടുന്നത്. ഏതാണ് കുലശേഖര രാജാവ് എന്ന് പറയുന്ന വ്യക്തിയുടെ കാലത്താണ് ഇത് കൂടിയാട്ടം പിറവി കൊണ്ടതായി കണക്കാക്കപ്പെടുന്നത്. കാരണം ഇതിന് കറക്റ്റ് ഒരു ഇത് പറയുന്നില്ല, കാലഘട്ടം നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്കും കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുലശേഖര രാജാവിന്റെ കാലത്താണ് കൂടിയാട്ടം പിറവി കൊണ്ടതായി കണക്കാക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപം കൂടിയാണ് ഇത് കൂടിയാട്ടം ട്ടോ. ഈ കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ സംസ്കൃത നാടക രൂപമാണ് ഇത് കൂടിയാട്ടം. അപ്പൊ ഇപ്പോഴും നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത നാടക രൂപം ചോദിച്ചാൽ ഏതാണ്? അത് കൂടിയാട്ടമാണ് ട്ടോ. ഇപ്പോഴും നിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃത കലാരൂപം നാടക കലാരൂപം ഏതാണ്? കൂടിയാട്ടമാണ് ട്ടോ. ഇത് ഞാൻ ഒന്നിൽ കൂടുതൽ തവണ ഈ പോയിന്റ് പറയുന്നത് ഇച്ചിരി കൂടെ കേട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരാനായിട്ടാണ് ഇപ്പോഴും ഇതിങ്ങനെ ഞാൻ ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്നും കൂടെ ക്ലാസ് കാണുക കേട്ടോ. ഈ ഒരു തവണ മനസ്സിലായില്ലെങ്കിൽ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ട് ഒന്നുകൂടെ ക്ലാസ് കാണുക. ഇത് ഇച്ചിരി ഇതായിട്ടുള്ള ടോപ്പിക്കാണ്, ഡ്രൈ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്, ഈ കലകൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നാൻ സാധ്യത കുറവുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. എല്ലാവർക്കും അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ PSCയില് പകുതി ആൾക്കാർ ഇത് ഒഴിവാക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഈ കലകൾ ഇതെന്നുള്ള ടോപ്പിക്കൊന്നും ഇപ്പം അധികം ആൾക്കാർ നോക്കൂല, അധികം ആഴത്തിലേക്കൊന്നും നോക്കൂല, അധികം ആൾക്കാർ മെയിൻ ആയിട്ട് നോക്കൂല. എല്ലാവരും ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള ഏരിയകളിലേക്ക് നോക്കുകയുള്ളൂ. ഇപ്പൊ കൂടുതൽ നല്ല മാർക്ക് വേണ്ടവരും നല്ല റാങ്കിലേക്ക് എത്തണം ആഗ്രഹിക്കുന്നവരും എല്ലാ ഭാഗവും നന്നായിട്ട് നോക്കണം. അപ്പൊ ഈ കലകൾ എന്നുള്ള ഭാഗം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ നോക്കി പോയാലേ നമുക്ക് ഈ ഡിഗ്രി ലെവലിലൊക്കെ അത്യാവശ്യം നല്ല മാർക്ക് നേടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നന്നായിട്ട് തന്നെ നോക്കണ്ട. ഇച്ചിരി ഡ്രൈ ടോപ്പിക് ആണെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെട്ടാൽ നമുക്ക് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴും നിൽക്കുന്ന ഏക പ്രാചീന കാല സംസ്കൃത നാടക രൂപം ഏതാണ്? കൂടിയാട്ടമാണ് ട്ടോ. ഇനി പുരുഷ വേഷം കെട്ടാൻ അനുവാദം ഉണ്ടായിരുന്ന ആർക്കാണ്? അത് ചാക്യാർക്കാണ്. പുരുഷ വേഷം കെട്ടാൻ അനുവാദം ഉണ്ടത് ചാക്യാർക്കും. സ്ത്രീ വേഷം കെട്ടാൻ അനുവാദം ഉണ്ടായിരുന്ന ആർക്കാണ്? നങ്ങ്യാർക്കുമാണ്. സ്ത്രീ വേഷം നങ്ങ്യാരും, പുരുഷ വേഷം ചാക്യാരും കേട്ടോ. അത് മറന്നു പോകരുത്. പുരുഷ വേഷം കെട്ടാൻ അനുവാദം ഉണ്ടായിരുന്ന ആർക്കാണ്? ചാക്യാർക്കും. സ്ത്രീ വേഷം കെട്ടാൻ അനുവാദം ഉണ്ടായത് നങ്ങ്യാർക്കുമാണ്. ഈ കലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ സ്ത്രീ വേഷം കെട്ടാൻ സ്ത്രീകൾ തന്നെ വേണമെന്ന് നിർബന്ധമുള്ള കലാരൂപം ഏതാണ്? അത് കൂടിയാട്ടം. ഈ കൂടിയാട്ടത്തിനകത്ത് സ്ത്രീ വേഷം ചാക്യാർക്ക് കെട്ടാൻ അനുവാദം ഇല്ല. സ്ത്രീ വേഷം കെട്ടാൻ നങ്ങ്യാര് തന്നെ വേണം, അല്ലെങ്കിൽ സ്ത്രീ വേഷം കെട്ടുന്നതിന് സ്ത്രീ തന്നെ വേണമെന്ന് നിർബന്ധമുള്ള ഏക കലാരൂപം ഏതാണ്? കലാരൂപമാണ് ഇത് കൂടിയാട്ടം ട്ടോ. നിർബന്ധമുള്ള കലാരൂപം, ഇത് സ്ത്രീ വേഷം തന്നെ വേണമെന്ന് നിർബന്ധമുള്ള ഒരു കലാരൂപമാണ് ഇത് കൂടിയാട്ടം. ഇനി മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ കഥാപാത്രം ആരാണ്? അങ്ങനെ ചോദിച്ചാൽ അത് വിദൂഷകനാണ് ട്ടോ. ആരാണ്? വിദൂഷകനാണ് മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ പ്രധാന കഥാപാത്രം. ഈ ക്വസ്റ്റ്യൻ ഒരു PYQ ക്വസ്റ്റ്യൻ ആട്ടോ. കാരണം ഇതേപോലെ തന്നെ ഇതേ സ്റ്റേറ്റ്മെന്റിൽ തന്നെ PYQയിൽ വന്നിട്ടുണ്ട് ഇതേ ക്വസ്റ്റ്യൻ. മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ കഥാപാത്രം വിദൂഷകൻ. ഇത് PYQ എന്ന് പറഞ്ഞാൽ ഒരു തവണയല്ല, പല തവണ റിപ്പീറ്റ് ആയിട്ടുള്ള PYQ ആണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ കലകളുടെ ഭാഗത്ത് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള കൂടിയാട്ടത്തിലെ കഥാപാത്രം ആരാന്നുള്ളത് PYQ പലതവണ വന്നിട്ടുള്ള റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു PYQ ആണ്. ഇനി കൂടിയാട്ടത്തിന്റെ പ്രധാന വാദ്യം ചോദിച്ചാൽ ഏതാണ്? മിഴാവാണ് ട്ടോ. ഏതാണ്? മിഴാവാണ് പ്രധാന വാദ്യം. ഈ മിഴാവ് കൊട്ടുന്നത് നമ്പ്യാരാണ്. നമ്പ്യാരാണ് മിഴാവ് കൊട്ടുന്നത്. ഈ മിഴാവ് കൊട്ടുന്നതിന് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. മിഴാവ് കൊട്ടുന്നതിന് പറയുന്നൊരു ഇതുണ്ട്. മിഴാവ് കൊട്ടുന്ന ആൾക്ക് പറയുന്ന വേറൊരു പേരുണ്ട്, മിഴാവച്ചൻ. മിഴാവച്ചൻ എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഈ മിഴാവച്ചൻ അറിയപ്പെടുന്ന മിഴാവ് കൊട്ടുന്നവരാണ് നമ്പ്യാരാണ് ട്ടോ. ഇനി മിഴാവ് പുറമെ കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ എന്തൊക്കെയാ? ഇടയ്ക്ക, പുറംകുഴൽ, ഇലത്താളം. എന്തൊക്കെയാ? ഇടയ്ക്ക, പുറംകുഴൽ, ഇലത്താളം. ഇതൊക്കെയാണ് മിഴാവിന് പുറമെ കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ എന്ന് പറഞ്ഞത്. മിഴാവാണ് പ്രധാന വാദ്യോപകരണം. അതിന് പുറമെ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതൊക്കെയാണ്? ഇടയ്ക്ക, പുറംകുഴൽ, ഇലത്താളം. ഇനി കൂടിയാട്ടത്തിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കൂടിയാട്ടത്തിൽ നിലവിളക്കുകൾ കത്തിക്കുമ്പോൾ തിരികളുടെ എണ്ണം 3 ഉണ്ടാവുന്നത്. 3 തിരിയായിട്ടാണ് കത്തിക്കുന്നത്. സാധാരണ എന്താ 4, 5 തിരി അല്ലെങ്കിൽ 2 തിരി, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, കറക്റ്റ് ഒരു ഇതുണ്ട്. പക്ഷെ കൂടിയാട്ടത്തിന്റെ സമയത്ത് നിലവിളക്ക് എത്ര തിരി ഉണ്ടാവാൻ പാടുള്ളൂ? 3 തിരി ഉണ്ടാവാൻ പാടുള്ളൂ. ഈ 3 തിരി ആരുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നത്? ത്രിമൂർത്തികളുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ 3 തിരികൾ കത്തിക്കുന്നത്. ഈ കൂടിയാട്ട സമയത്ത് 3 തിരികളെ നിലവിളക്കേ പാടുള്ളൂ. ആ 3 തിരികൾ ആരുടെ സാന്നിധ്യമാണ് സൂചിപ്പിക്കുന്നത്? ത്രിമൂർത്തികളായിട്ടുള്ള വിഷ്ണു, മഹേശ്വരൻ, ബ്രഹ്മാവ്, ഇവരുടെ 3 പേരുടെയും ഇതാണ് സാന്നിധ്യത്തെ സൂചിപ്പിക്കാൻ ആണെന്ത് ഈ 3 തിരികൾ കത്തിക്കുന്നത്. ഈ തിരികൾ കത്തിക്കുമ്പോൾ കത്തിക്കുന്ന ദിശയ്ക്കും പ്രത്യേകതയുണ്ട്. അതായത് ഈ തിരികൾ കത്തിക്കുമ്പോൾ ഈ 3 തിരികൾ 2 തിരി എങ്ങോട്ടാണ് കത്തിച്ചു? നടന്റെ നേർക്ക്. അതായത് ഈ അഭിനയിക്കുന്ന ഇത് നടത്തുന്നില്ലേ, കൂടിയാട്ടം നടക്കുന്ന സ്റ്റേജിന്റെ നേർക്കും അല്ലെങ്കിൽ സ്റ്റേജിന്റെ ആ നടന്റെ നേർക്കും ഒരെണ്ണം, അതിൽ ഒരെണ്ണം മാത്രം സദസ്സിന്റെ നേർക്കുമാണ്. അതായത് ഇത് കാണാൻ വന്നിരിക്കുന്ന സദസ്സിന്റെ നേർക്കും ഒരെണ്ണവും 2 തിരി നടന്റെ നേർക്കുമാണ് കത്തിക്കേണ്ടത്. 2 തിരി നടന്റെ നേർക്കും ഒരെണ്ണം സദസ്സിന്റെ നേർക്കുമാണ് കത്തിക്കുന്നത്. ഈ കൂടിയാട്ടത്തിൽ സ്വാത്വിക അഭിനയത്തിന് അംഗീകരിച്ചിട്ടുള്ള രസങ്ങളുടെ എണ്ണം എത്രയാ? 8 രസങ്ങളാണ്. കൂടിയാട്ടത്തിൽ സ്വാത്വിക അഭിനയത്തിന് അംഗീകരിച്ചിട്ടുള്ള രസങ്ങൾ എത്ര എണ്ണാണ്? 8 എണ്ണാണ്.
ഒമ്പതാമത്തെ ഒരു രസമുണ്ട് ശാന്തം. അതെന്താണ്? കൂടിയാട്ടത്തിൽ അംഗീകരിക്കപ്പെടാത്ത ഒരു രസമാണ്. ഈ രസമായിട്ട് അംഗീകരിക്കപ്പെടാത്ത കൂടിയാട്ടത്തിൽ അംഗീകരിക്കപ്പെടാത്ത ഒരു രസം ഏതാണ്? അത് ശാന്തമാണ് ട്ടോ. ഇത് ശാന്തത്തെ രസമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. എവിടെ? കൂടിയാട്ടത്തില്. കൂടിയാട്ടത്തില് ശാന്തഭാവത്തെ ഒരു രസമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അത് പ്രത്യേകം ഓർത്തിരിക്കുക. കൂടിയാട്ടത്തിന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് 8 രസങ്ങളേ ഉള്ളൂ. ശാന്തം ഒരു രസമായിട്ട് കൂടിയാട്ടത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് കൂടിയാട്ടത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള 4 വിധ അഭിനയങ്ങൾ. 4 അഭിനയങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ആ 4 വിധ അഭിനയങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിലൊന്നെന്താ? ആംഗികം, 2 സ്വാത്വികം, 3 ആഹാര്യം, 4 വാചികം. എന്തൊക്കെയാ? 1 ആംഗികം, 2 സ്വാത്വികം, 3 ആഹാര്യം, 4 വാചികം. ഇതിപ്പോ നമുക്ക് കൂട്ടത്തിൽ പെടാത്തത് അല്ലെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ് കൂടിയാട്ടത്തിൽ ഉൾക്കൊള്ളിച്ച 4 വിധ അഭിനയങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെയൊക്കെ ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പോലെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പേരുകൾ എന്തായാലും പഠിച്ചു വെക്കുക. പേരുകൾ എന്തൊക്കെയാ? ആംഗികം, സാത്വികം, ആഹാര്യം, വാചികം. നമുക്കിനി ഓരോന്നും എന്തൊക്കെയാ നോക്കാം. ആംഗികം. വിദൂഷകന്റെ അഭിനയം ഒഴിച്ചുള്ള മിക്ക കഥാപാത്രങ്ങളുടെ അഭിനയം എന്താണ്? ആംഗിക പ്രാധാന്യമാണ് ട്ടോ. വിദൂഷകന്റെ അഭിനയം എന്താണ്? ആംഗിക പ്രാധാന്യമല്ല. പക്ഷെ വിദൂഷകൻ ഒഴിച്ചുള്ള ബാക്കി കഥാപാത്രങ്ങളുണ്ടല്ലോ അവരുടെ എല്ലാം എന്താണ്? അഭിനയം ആംഗിക പ്രാധാന്യമുള്ള അഭിനയമാണ്. ഈ ഹസ്തലക്ഷണ ദീപിക നമ്മൾ എവിടെയാണ് ഹസ്തലക്ഷണ ദീപിക കണ്ടത്? നമ്മൾ കഥകളി കണ്ട അതേ ഹസ്തലക്ഷണ ദീപികയിൽ പ്രതിപാദിക്കുന്ന 24 മുദ്രകൾ എന്ത്? ആംഗികത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ കൂടിയാട്ടവും കഥകളിയായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഇതിന്റെ നമ്മൾ ആ കാണുമ്പോൾ തന്നെ കുറെ രൂപങ്ങൾ അതിന്റെ മേക്കപ്പിങ് പോലും കുറെയൊക്കെ സാമ്യം കഥകളിയായിട്ട് സാമ്യം വരുന്നുണ്ട്. അപ്പൊ ഈ ഹസ്തലക്ഷണ ദീപിക എന്താണ്? ഈ കഥകളിയിൽ ഉപയോഗിച്ചിരിക്കുന്ന മുദ്രകളാണ് 24 മുദ്രകളുണ്ട്. അതേ ഹസ്തലക്ഷണ ദീപിക എന്ന് പറഞ്ഞ ഇതിൽ പ്രതിപാദിക്കുന്ന 24 മുദ്രകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ആംഗിക അഭിനയത്തിന് വേണ്ടിയിട്ട് കൂടിയാട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നതാണ് സ്വാത്വികം. കൂടിയാട്ടത്തിന്റെ സ്വാത്വിക അഭിനയത്തിന് 8 രസങ്ങളാണ് അംഗീകരിച്ചിട്ടുള്ളത്. മുമ്പ് പറഞ്ഞല്ലോ നമ്മൾ 8 രസങ്ങളാണ് അംഗീകരിച്ചിട്ടുള്ളത്. 9ാമത്തെ രസം നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അതേതാണ്? ഇവിടെ നമ്മൾ പറഞ്ഞ ശാന്തം. അത് നമ്മൾ അംഗീകരിക്കാത്ത രസമാണ്. ശാന്തമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ബാക്കി എത്ര? 8 രസങ്ങൾ അംഗീകരിച്ചിട്ടില്ല. അത് ഇതിന് സ്വാത്വിക അഭിനയത്തിനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സ്വാത്വിക അഭിനയത്തിനാണ് കൂടിയാട്ടത്തില് ഈ 8 രസങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി ആഹാര്യം. കൃത്യമായ വേഷ അവതരണമാണ് ആഹാര്യം എന്നറിയപ്പെടുന്നത്. കൃത്രിമമായ വേഷാവതരണം. എന്താണ്? കൃത്രിമമായ വേഷ അവതരണമാണ് ആഹാര്യം. ഇതിൽ പച്ച, പഴുപ്പ്, കറുത്ത താടി, ചുവന്ന താടി, വെള്ളത്താടി, കത്തി എന്നീ വേഷങ്ങൾ കാണാം. അതായത് ഈ പേരുകളൊക്കെ എവിടെ കേട്ടെ? ഈ പേരുകളൊക്കെ നമ്മൾ കഥകളിയിലും കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിനകത്ത് ഈ കൃത്രിമമായി ഈ വേഷങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 5 വേഷങ്ങളാണ് ആഹാരത്തിൽ ഏതൊക്കെയാ? പച്ച, പഴുപ്പ്, കറുത്ത താടി, ചുവന്ന താടി, വെള്ളത്താടി, കത്തി. 3 താടികൾ. കറുത്ത താടി, ചുവന്ന താടി, വെള്ളത്താടി. ഇതിന് പുറമെ പച്ച, പഴുപ്പ്, കത്തി. ഈ 3ഉം ഒപ്പം 3 താടികളും. ഇത്രയും വേഷങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്ന ആഹാരത്തിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. പുറത്തൊക്കെ പച്ച, പഴുപ്പ്, കറുത്ത താടി, ചുവന്ന താടി, വെള്ളത്താടി, കത്തി എന്നീ വേഷങ്ങളാണ് ആഹാരത്തിൽ കാണുന്നത്. ഇനി വാചികം. സന്ദർഭ അനുസൃതമായി സ്വരങ്ങൾ പ്രയോഗിച്ച് ചൊല്ലുന്ന വാക്യത്തിനാണ് വാചിക അഭിനയം എന്ന് പറയുന്നത്. എന്താണ്? സന്ദർഭ അനുസൃതമായി സ്വരങ്ങൾ പ്രയോഗിച്ച് ചൊല്ലുന്ന വാക്യത്തിനാണ് വാചിക അഭിനയം എന്ന് പറയുന്നത്. സന്ദർഭ അനുസൃതമായി സ്വരങ്ങൾ ഉപയോഗിച്ച് അതായത് വാചകത്തിനാണ് അതിനകത്ത് വാക്യത്തിനോ അല്ലെങ്കിൽ വാചകത്തിനാണ് പ്രാധാന്യം. ആ സന്ദർഭത്തിനനുസരിച്ച് ചൊല്ലണം. അങ്ങനെ ചൊല്ലി അഭിനയിക്കുന്നതിനാണ് വാചിക അഭിനയം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ചൊല്ലി അഭിനയിക്കുന്നത് എന്താണ്? വാചിക അഭിനയം എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കിയത്? ആംഗികം. അതെന്താണ്? വിദൂഷകൻ ഒഴികെയുള്ളതാണ്. ഹസ്തലക്ഷണ ദീപിക 24 മുദ്രകൾ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സ്വാത്വിക. ഈ സ്വാത്വിക അഭിനയത്തിലാണ് 8 രസങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്. പിന്നെ ആഹാരം എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഓർത്തിരിക്കുക. ആഹാരം എന്ന് പറയുന്നത് കൃത്രിമ വേഷാവതരണത്തിന് അറിയപ്പെടുന്നത് ആഹാര്യം. ഈ കൂടിയാട്ടത്തിലെ കൃത്രിമ വേഷ അവതരണത്തെ എന്താണ്? ആഹാരം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന വാചികം. എന്താണ്? സന്ദർഭ അനുസൃതമായി സ്വരങ്ങൾ പ്രയോഗിക്കുന്നതാണ്. അതായത് പേര് പോലെ തന്നെ സന്ദർഭം അനുസരിച്ച് എന്താണ് ഈ സ്വരങ്ങൾ ഉപയോഗിക്കുക വാക്യത്തിൽ ഉപയോഗിക്കുന്നു. അതാണ് വാചികം എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കേണ്ട കൂടിയാട്ടത്തിന്റെ പ്രധാന ചടങ്ങുകളാണ് ട്ടോ നോക്കേണ്ടത്. കൂടിയാട്ടത്തിലെ പ്രധാന ചടങ്ങുകൾ. നമ്മളിത് എല്ലാത്തിനകത്തും ഈ ചടങ്ങുകൾ എല്ലാം പഠിക്കണമെന്നില്ല. മെയിനായിട്ട് ഈ കൂടിയാട്ടം, കഥകളി അങ്ങനെ കുറച്ച് കലാരൂപങ്ങളിലാണ് നമ്മൾ ഇച്ചിരി ഡീപ്പായിട്ട് പഠിക്കേണ്ടത്. അങ്ങനെയുള്ളതിനകത്താണ് നമ്മൾ ഓരോ ചടങ്ങുകൾ നമ്മൾ പ്രത്യേകം എടുത്ത് പഠിക്കേണ്ടത്. പക്ഷെ എന്ന് വെച്ച് എല്ലാ കലകളുടെ നമ്മൾ ഇങ്ങനെ എടുത്ത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്നില്ല. ഇങ്ങനെ ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകളിൽ ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കലകൾ അതായത് ഈ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കലകളെ പറ്റിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതിലൊന്ന് നമ്മൾ കഥകളി കഴിഞ്ഞു. ഇനി കൂടിയാട്ടമാണ്. ഇനി വരും ക്ലാസ്സുകളിൽ ഒന്നിൽ കൂടുതൽ ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ ഒന്നിൽ കൂടുതൽ കലകളെ പറ്റി നമ്മൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കേണ്ടത് നമ്മൾ ഒറ്റ ക്ലാസ്സിലും അല്ലാത്ത നമ്മൾ ഒരു ക്ലാസ്സിൽ തന്നെ 2-3 കലകളെ പറ്റി നമ്മൾ ക്ലാസ് എടുത്ത് തീർക്കുന്നതായിരിക്കും.
ഇനി കൂടിയാട്ടത്തിന്റെ പ്രധാന ചടങ്ങുകൾ അപ്പൊ നോക്കാം കേട്ടോ. എന്തൊക്കെയാണ്? അരങ്ങ് വിധാനം. എന്താണ് ഒന്നാമത്തെ ചടങ്ങ്? അരങ്ങ് വിധാനം എന്നാണ്. ഈ അരങ്ങ് വിധാനം എന്താ? പേര് പോലെ തന്നെ അരങ്ങിലെ തൂണും മേൽഭാഗവും അലങ്കരിക്കുന്ന ചടങ്ങ്. അത് അരങ്ങ് അലങ്കരിക്കുന്നു എന്നാണ് മെയിൻ. അതായത് തൂണും മേൽഭാഗവും അലങ്കരിക്കുന്ന ചടങ്ങ് എന്ത്? അരങ്ങ് വിധാനം എന്ന് പറയുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന എന്തൊക്കെയാ? കുലവാഴ, കുരുത്തോല, വെള്ള വസ്ത്രം, പട്ട്. ഇതൊക്കെയാണ് എന്ത് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ അരങ്ങ് നമ്മൾ ഇതാക്കാനായിട്ട് അലങ്കരിക്കാനും വൃത്തിയായിട്ട് ഉപയോഗിക്കാനൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? കുലവാഴ, കുരുത്തോല, വെള്ള വസ്ത്രം, പട്ട്. ഇതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് മാറ്റം വരുത്തില്ലല്ലോ. അപ്പം പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ്? ഈ കുലവാഴ, കുരുത്തോല, വെള്ള വസ്ത്രം, പട്ട്. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുക. കാരണം അതിന് പ്രാചീനമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരേ സംഭവമാണ് ഇങ്ങനെയുള്ളത്. അതൊന്നും നമ്മൾ മാറ്റി കലകളിൽ മാറ്റം വരുത്താൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രത്യേകതയും. ഇനി മിഴാവ് ഒച്ചപ്പെടുത്തൽ. കൂടിയാട്ടത്തിൽ തുടങ്ങാൻ പോകുന്നുവെന്ന് ദേശവാസികളെ അറിയിക്കുന്നതാണ്. എന്താണ്? ഇത് കൂടിയേട്ട ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് ട്ടോ. ഇവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. കൂടിയേട്ടനല്ല കൂടിയാട്ടം കേട്ടോ. കൂടിയാട്ടമാണ്. ഇത് ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നാണ്. കൂടിയാട്ടം തുടങ്ങാൻ പോകുന്നു എന്ന് ദേശവാസികളെ അറിയിക്കുന്ന ചടങ്ങ് എന്താണ്? മിഴാവ് ഒച്ചപ്പെടുത്തൽ. എന്താണ്? മിഴാവ് ഒച്ചപ്പെടുത്തലാണ് കൂടിയാട്ടം തുടങ്ങാൻ പോകുന്നു എന്ന് ദേശവാസികളെ അറിയിക്കുന്ന ചടങ്ങ്. ഇനി ഗോഷ്ടി കാട്ടുക. നമ്പ്യാർ മിഴാവ് കൂട്ടുന്നതനുസരിച്ച് നങ്ങ്യാർ പാടുന്ന ചടങ്ങ് എന്താണ്? അത് ഗോഷ്ടി കാട്ടുക. എന്താണ്? നമ്പ്യാര് മിഴാവ് കൂട്ടുന്നതനുസരിച്ച് നങ്ങ്യാര് പാടും. നമ്പ്യാര് മിഴാവ് കൂട്ടും, നങ്ങ്യാര് പാടും. അതാണ് എന്ത്? ഗോഷ്ടി കാട്ടുക എന്നറിയപ്പെടുന്നത്. ഇനി അക്കിത്തം ചൊല്ലല്. ശിവൻ, ഗണപതി, സരസ്വതി എന്നിവരെ സ്തുതിച്ചുകൊണ്ടുള്ള ഗീതങ്ങൾ ആലപിക്കുന്ന എന്താണ്? അക്കിത്തം ചൊല്ലല്. അതായത് ഇവരെ ദേവതകളെ സ്തുതിക്കുക എന്നാണ് മെയിൻ ആയിട്ട്. അതിനകത്ത് മെയിൻ ആയിട്ട് ആയിരിക്കുക? ഗണപതി, ശിവൻ, സരസ്വതി എന്നീ ദേവതകളെ സ്തുതിച്ചുകൊണ്ടുള്ള ഗീതങ്ങൾ ആലപിക്കുന്ന എന്താണ്? അക്കിത്തം ചൊല്ലൽ എന്നറിയപ്പെടുന്നത്. ഇനി നാന്ദി നിർവഹണം. എന്താ നാന്ദി നിർവഹണം എന്ന് പറയുന്നത് എന്താ? ദേവന്മാരെ സന്തോഷിപ്പിക്കുന്ന സൂത്രധാര രംഗപ്രവേശം ചെയ്യുന്ന ചടങ്ങ്. അതായത് ദേവന്മാരെ സന്തോഷിപ്പിക്കുന്നതായിട്ട് സൂത്രധാരം രംഗപ്രവേശനം ചെയ്യുന്ന ചടങ്ങ് എന്താണ്? നാന്ദി നിർവഹണം എന്നറിയപ്പെടുന്നത്. ഇനി ക്രിയ ചവിട്ടുക. സൂത്രധാരൻ ഒരു പ്രത്യേക രീതിയിൽ നൃത്തം വെക്കുന്ന ചടങ്ങാണ് എന്ത്? ക്രിയ ചവിട്ടുക എന്നറിയപ്പെടുന്നത്. സൂത്രധാരൻ ഒരു പ്രത്യേക രീതിയിൽ നൃത്തം വെക്കുന്ന ചടങ്ങാണ് എന്ത്? ക്രിയ ചവിട്ടുക. ഇനി അരങ്ങു തളിക്കല്. മിഴാവ് കൊട്ടിക്കഴിഞ്ഞാൽ നങ്ങ്യാർ അണിയറയിൽ നിന്ന് തീർത്ഥ ജലം കൊണ്ടുവന്ന് അരങ്ങ് തളിക്കുന്ന ചടങ്ങ്. എന്താണ്? അരങ്ങ് തളിക്കൽ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ അരങ്ങിൽ എന്ത്? തളിച്ച് വൃത്തിയാക്കുക. അടിച്ച് തളിച്ച് വൃത്തിയാക്കുമെന്ന് കേട്ടിട്ടില്ല. അതുപോലെ വൃത്തിയാക്കുക. അതാണ് മിഴാവ് അരങ്ങ് തളിക്കുന്ന പറയുന്നത്. ഈ മിഴാവ് കൊട്ടിക്കഴിഞ്ഞ ശേഷമാണ് എന്ത്? നങ്ങ്യാരുമായിട്ട് അണിയറയിൽ നിന്ന് തീർത്ഥജലം കൊണ്ടുവന്നിട്ട് ഈ അരങ്ങ് എന്ത്? തളിച്ച് വൃത്തിയാക്കിയെടുക്കും. അതാണ് അരങ്ങ് തളിക്കൽ എന്ന് അറിയപ്പെടുന്നത്. ഇനിയാണ് നിർവഹണം. ഒന്നാം രംഗത്തിൽ നടൻ ആദ്യമേ പ്രവേശിക്കുന്ന ചടങ്ങ് എന്ത്? ഒന്നാം രംഗത്തിൽ നടൻ ആദ്യമായിട്ട് പ്രവേശിക്കുന്ന ചടങ്ങ് ഏതാണ്? നിർവഹണം. ഈ നിർവഹണത്തിലാണ് നടൻ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് കേട്ടോ. ഒന്നാം രംഗത്ത് ഇത്ര നേരം നടൻ പ്രവേശിക്കുന്നില്ല. ബാക്കി എല്ലാവരും പ്രവേശിക്കുന്ന ഓരോ ചടങ്ങുകളാണ്. ഇതിന് ഓരോന്നിനും ഓരോ ചടങ്ങുകളുണ്ട്. അല്ല പെട്ടെന്ന് ആദ്യം തന്നെ നടൻ വന്ന് അഭിനയം തുടങ്ങുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഈ കഥകളിയും ഈ കൂടിയാട്ടം പോലുള്ള എല്ലാ ഇതിനകത്ത് ഒരു പ്രത്യേക ചടങ്ങ് രീതിയിലാണ് പോകുന്നത്. അതാണ് ഈ ചടങ്ങിന്റെ ഓർഡറിൽ പഠിക്കണം എന്ന് പറയുന്നത്. ഈ ഓർഡറും കൂടെ പഠിച്ചു വെക്കേണ്ടതാണ് സത്യത്തിൽ. ആ ഒരു ഓർഡറിലാണ് ഈ ചടങ്ങുകൾ പോകുന്നത്. ആദ്യം ഇന്നത് നടക്കണം, അവസാനം ഇന്നത്, അങ്ങനെ ഒരു ഓർഡർ ഉണ്ട് കേട്ടോ. അല്ല ഒന്നാം രംഗത്തിൽ നടൻ ആദ്യമേ പ്രവേശിക്കുന്ന ചടങ്ങ് ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ നിർവഹണമാണ് കേട്ടോ. എന്താണ്? നിർവഹണം. ഇനി മംഗളം ചൊല്ല്. മംഗളം ചൊല്ല് എന്ന് പറയണമെങ്കിൽ സാധാരണ നമ്മൾ അല്ലേ അവനെ മംഗളം ചൊല്ലി ഇതിൽ മംഗളം ചൊല്ലി എന്നൊക്കെ പറയില്ല. അതായത് മംഗളം എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞു. അത് നമ്മൾ ഏറ്റവും അവസാനത്തെ ചടങ്ങാണ് എന്ത്? മംഗളം ചൊല്ലല്. കഥാവരണത്തിന് ശേഷം മംഗളം ശോകം ചൊല്ലി പിരിയുന്നതാണ് എന്ത്? മംഗളം ചൊല്ലൽ എന്നറിയപ്പെടുന്നത്. ഈ മംഗളം ചൊല്ലി നമുക്ക് എന്തായാലും കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ നാട്ടുഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അത് മംഗളം ചൊല്ലിക്കഴിഞ്ഞു, ഇനി അതിനകത്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഈ സിനിമയിലാണെങ്കിലും അല്ലെങ്കിൽ നാട്ടുഭാഷയിലൊക്കെ ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അതൊക്കെ തന്നെ കേട്ടാൽ തന്നെ കുറെയൊക്കെ നമുക്ക് കിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ മംഗളം ചൊല്ലലൊക്കെ ഈ പണ്ടകാലത്തെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരേ രീതി ഈ ഡയലോഗുകളാണ്. ഇതിനകത്ത് അതൊക്കെ എടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഇവര് ഇതിനകത്തൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മലയാളം ഇച്ചിരി കൂടെ പഠിക്കാനുണ്ട്. ഈ മലയാളത്തിൽ പല വാക്കുകളും നമ്മൾ അങ്ങനെ പഴയ കേട്ടത് വെച്ച് നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് എക്സാമിന് കൂടുതൽ അത് നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവുകയും നമുക്ക് അത് പെട്ടെന്ന് ചെയ്യാനും പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഓരോന്നും പഴയതുമായിട്ടും അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇത് ഏതൊക്കെയാണ് ചടങ്ങുകൾ ഒന്നുകൂടെ നോക്കാം. എന്താണ്? ഒന്നാമത്തെ ചടങ്ങ് എന്ന് പറഞ്ഞാൽ അരങ്ങ് വിധാനാണ്. രണ്ടാമത്തെ എന്താണ്? മിഴാവ് ഒച്ചപ്പെടുത്തലാണ്. മൂന്നാമത്തെ എന്താണ്? അത് ഗോഷ്ടി കാട്ടുകയാണ്. എന്താണ്? ഗോഷ്ടി കാട്ടുകയാണ് മൂന്നാമത്തെ എന്ന് പറയപ്പെടുന്നത്. ഇനി നാലാമത്തെ അക്കിത്തം ചൊല്ലല്. അഞ്ചാമത്തെ നാന്ദി നിർവഹണം. ആറാമത്തെ ക്രിയ ചവിട്ടല്. ഏഴാമത്തെ അരങ്ങു തളിക്കല്. എട്ടാമത്തെ നിർവഹണം. അപ്പൊ അവസാനത്തെ എന്താണ്? മംഗളം ചൊല്ല്. ഒമ്പതാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ എന്താണ്? മംഗളം ചൊല്ലല്. അപ്പൊ ഇത്രയും ചടങ്ങുകളാണുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് ബന്ധപ്പെട്ട കുറച്ച് കലാകാരന്മാരെ പറ്റി പഠിക്കാനുണ്ട്. അത് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരന്മാരെ പഠിക്കാനുണ്ട്. അതിൽ പ്രധാന വ്യക്തിയാണ് അമ്മന്നൂർ മാധവ ചാക്യാര്. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്താണ്? കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ. ആ പേരും
ഇത് ഓർത്തിരിക്കുക. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരാണ്. അത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഇത് ഏത് കലാരൂപമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദ്യം വരാനുള്ള സാധ്യതകളാണ്. അപ്പൊ അമ്മനു മാധവ ചാക്യാരാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത്. ഇനി ഗുരു മാണി മാധവ ചാക്യാര് കൂടിയാട്ടത്തിന്റെ സമസ്ത വശങ്ങളെയും കുറിച്ച് ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്ന കൃതി ഏതാണ്? നാട്യകൽപ്പദ്രുമം എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. ആ കൃതി എഴുതിയതാരാണ്? ആ കൃതി രചിച്ചിരിക്കുന്നത് ഗുരു മാണി മാധവ ചാക്യാരാണ്. ആ കൃതി രചിച്ചിരിക്കുന്നത് ഗുരു മാണി മാധവ ചാക്യാരാണ്. ഏത്? നാട്യകൽപ്പദ്രുമം എന്നുള്ള കൃതി രചിച്ചു. ഈ നാട്യകൽപ്പദ്രുമത്തിന്റെ പ്രത്യേകത എന്താണ്? കൂടിയാട്ടത്തെ സമസ്ത വശങ്ങളെയും കുറിച്ച് ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്ന കൃതിയാണ് കേട്ടോ ഈ നാട്യകൽപ്പദ്രുമം. ഇത് കൂടിയാട്ടത്തിന്റെ സമസ്ത വശങ്ങളെ കുറിച്ച് ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്ന കൃതി ഏതാണ്? നാട്യകൽപ്പദ്രുമമാണ്. അപ്പൊ നാട്യകൽപ്പദ്രുമമാണ് ഗുരു മണി മാധവ ചാക്യാരാണ് ഇത് രചിച്ചിരിക്കുന്നത്. ആരാണ്? ഗുരു മാണി മാധവ ചാക്യാര്. ഈ ഗുരു മാണി മാധവ ചാക്യാർ മറ്റൊരു അറിയപ്പെടുന്ന പ്രത്യേകത എന്താ വെച്ചാൽ കഥകളിക്ക് കണ്ണു നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നത്. കഥകളിക്കാണ്, ഈ കൂടിയാട്ടത്തിനല്ല, കഥകളിക്ക് കണ്ണു നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നത് ഗുരു മാണി മാധവ ചാക്യാരാണ്. ഈ കൂടിയാട്ടത്തിന് കഥകളിയിലെയും ഈ കലാകാരന്റെ പ്രത്യേകത വെച്ചാൽ അവർ ഈ കൂടിയാട്ടം കലകളിൽ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ കലാകാരന്മാർ രണ്ടിലും ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരായിരിക്കും. ഈ കൂടിയാട്ടം അറിയുന്നവർക്കായിരിക്കും കഥകളി നന്നായിട്ട് ചെയ്യാൻ പറ്റുക എന്നാണ് പറയപ്പെടുന്നത്. ഈ രണ്ടും അറിഞ്ഞിരിക്കുന്നവരാണ് കൂടുതലും ഈ കൂടിയാട്ടവും കഥകളിയും ചെയ്യുന്നവർ രണ്ടു കൂട്ടരും നന്നായിട്ട് അറിയുന്നവരായിരിക്കും കലാകാരന്മാർ കൂടുതലും. കാരണം ഒരു ഇത് മാത്രമല്ല, മറിച്ച് കൂടിയാട്ടവും കഥകളിയും നമുക്ക് ഒരുപാട് സാമ്യത ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഈ കലാകാരന്മാർക്കൊക്കെ കൂടുതൽ ഇത് രണ്ടും അറിയാം, രണ്ടിനെ പറ്റി അത്യാവശ്യം നല്ല നോളജ് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ ഇനി അടുത്ത ആളാണ് മാർഗി സതി. നമ്മൾ ഈ മെയിനായിട്ട് ഈ 3 പേരെയാണ് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ബാക്കിയുള്ള നമ്മൾ പേരൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി അടുത്ത മാർഗി സതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് 2001 യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ലേ, അതിനു വേണ്ടിയിട്ട് 2001 യുനെസ്കോയിൽ കൂടിയാട്ടം അവരുടെ മുന്നിൽ കൂടിയാട്ടം അവതരിപ്പിച്ച ആരാണ്? അത് മാർഗി സതിയാണ് ഈ കൂടിയാട്ടം അവതരിപ്പിച്ചത്. ഈ മാർഗി സതിയുടെ ആത്മകഥയാണ് രംഗശ്രീ എന്ന് പറഞ്ഞിട്ട്. എന്താണ്? രംഗശ്രീയാണ് മാർഗി സതിയുടെ ആത്മകഥ എന്നറിയപ്പെടുന്നത്. ഈ മാർഗി സതിയുടെ പ്രത്യേകത എന്താണ്? 2001 യുനെസ്കോയിൽ കൂടിയാട്ടം അവതരിപ്പിച്ചത് ആരാണ്? അത് മാർഗി സതിയാണ് കേട്ടോ. ആ ഒരു അവതരണത്തിന് ശേഷമാണ് യുനെസ്കോ ഇതെന്ത് പൈതൃക പട്ടികയിലേക്ക് ഉൾപ്പെടുത്തി. അപ്പൊ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ട് ഈ കൂടിയാട്ടത്തെ യുനെസ്കോയുടെ മുന്നിൽ അവതരിപ്പിച്ച ആരാണ്? മാർഗി സതിയാണ്. ഈ ഒരു പോയിന്റ് വിവേകിക്കുവാണ്. ഇത് നേരത്തെ PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. അപ്പം അത് മാത്രമല്ല, ഇനി വരാൻ ഈ കുറച്ച് പേരുകളോട് നോക്കുക. കാരണം ഈ പേരുകളൊക്കെ ഏത് കലാരൂപമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാനുള്ള ഒരുപാട് സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേരുകളൊന്ന് ഓർത്തു വെക്കുക. ഇത് കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയില്ല, ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് അന്ന് അവിടെ നമ്മൾ കണ്ടതാണല്ലോ, അല്ലെങ്കിൽ ഇത് കൂടിയാട്ടത്തിന് ബന്ധപ്പെട്ടതാണല്ലോ എന്നൊരു ഓർമ്മ വരണം. അതിനു വേണ്ടിയിട്ടാണ് നോക്കി വെക്കുക. മാർഗി മധു, പൈങ്കുളം ദാമോദരൻ ചാക്യാര്, അമ്മന്നൂർ കുട്ടൻ ചാക്യാര്, കലാമണ്ഡലം രാമൻ ചാക്യാര്, മൂഴിക്കുള കൊച്ചുകുട്ടൻ ചാക്യാര്, VKK ഹരിഹരൻ. ഇത്രയും പേര് കൂടി ഓർത്തു വെക്കുക. ഏതൊക്കെയാ? മാർഗി മധു, പൈങ്കുളം ദാമോദരൻ ചാക്യാര്, അമ്മന്നൂർ കുട്ടൻ ചാക്യാര്, കലാമണ്ഡലം രാമൻ ചാക്യാര്, മൂഴിക്കുളം കൊച്ചുകുട്ടൻ ചാക്യാര്, VKK ഹരിഹരൻ. അതിന്റെ ഒപ്പം ഓർത്ത് വെക്കേണ്ട മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാ മാർഗി സതി, പിന്നെ ഗുരു മാണി മാധവ ചാക്യാര്, പിന്നെ അമ്മന്നൂർ മാധവ ചാക്യാര്. ഇത്രയും പേരെ ഓർത്തിരിക്കട്ടെ. ഇത്രയും കലാകാരന്മാരെ നമ്മൾ മെയിൻ ആയിട്ട് ഇതിനകത്ത് ഓർത്തിരിക്കണം കേട്ടോ. ഈ കൂടിയാട്ടത്തിന് മെയിൻ ആയിട്ട് കലാകാരന്മാരെന്ന് നോക്കുമ്പോൾ ഇവര് 3 പേരെ ഓർത്തിരിക്കുക, പിന്നെ ബാക്കി ആ പേരുകൾ ഓർത്തിരിക്കുക. ഇവർ 3 പേരുടെയും പ്രത്യേകതകളും ഈ താഴെ നൽകിയ പ്രത്യേകതകളും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ അത്രയാണ് നമുക്ക് കൂടിയാട്ടത്തെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത പാർട്ടില് പുതിയൊരു കലയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു.